Judges, Yes. ready? Yes. തുടങ്ങാം. Okay. അപ്പൊ ഫസ്റ്റ് പെർഫോമൻസ് നമുക്ക് ബാബുക്കയുടെ ഒരു പാട്ട് കേൾക്കാം. ആഹാ. ആദ്യം അങ്ങോട്ട് തുടങ്ങാം. പാടാൻ വരുന്നു wonderful. നമ്മുടെ ബദ്രിക്കുട്ടൻ. Yes. So let's welcome ബദ്രി. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ബദ്രി, ഓ നൈസ് സോങ് സെലക്ഷൻ. താങ്ക് യു. ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് അല്ലേ, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സോങ്. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഭയങ്കര പാടായിരുന്നു ബാബുക്കയുടെ സോങ്സ് സെലക്ട് ചെയ്യാൻ. അതെ, കാരണം ഞാൻ മിക്കപ്പോഴും സെമി ക്ലാസിക്കൽ അങ്ങനത്തെ ടൈപ്പാണ് ആദ്യം മുതൽ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു വേറെ ഒരു മെലഡി, ശാന്തമായൊരു മെലഡി, അങ്ങനെയാണ് ഈ പാട്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാം. ശരത് സർ. മക്കളെ, ഓ സാർ. എന്തൊരു പാട്ടാടാ, വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇത് കേട്ടിട്ട്. കാര്യം നീ പാടുമ്പോൾ മോനെ, ഞാൻ എൻ്റെ ആദ്യ ചെറുപ്പകാലത്തുള്ള അമ്മയുടെ കൂടെയൊക്കെ ഇരുന്ന് പാടുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു. ഇതൊരു പാട്ട് ഒരു നിവൃത്തിയില്ല. കാര്യം ഇങ്ങനെ ചിലപ്പോഴൊക്കെ മനസ്സിൽ തോന്നും, ഇങ്ങനെയൊക്കെ ഉള്ളൊരു പാട്ടുണ്ടാക്കിയിട്ട് ചത്താലും കുഴപ്പമില്ല. കാരണം നമുക്കൊന്നും പറ്റത്തില്ല അത്. കാരണം അതൊക്കെ വേറെ ലെവൽ കോമ്പോസിഷൻസാണ്. മനോഹരം മക്കളെ, എന്തായാലും കുറേ സന്തോഷം. താങ്ക് യു സാർ. ഇനി ഇതിന്റെ കാര്യങ്ങളൊക്കെ പറ, ആരാണ് എഴുതിയത് പാടിയതൊക്കെ പറ. സിനിമ അന്വേഷിച്ചു കണ്ടെത്തിയില്ല, വർഷം 1967. പറഞ്ഞോ മോനെ. മ്യൂസിക് MS ബാബുരാജ് സാർ. അത് അറിയാമല്ലോ. ലിറിക്സ് P ഭാസ്കരൻ സാർ. പാടിയത് KJ യേശുദാസ്. അയ്യോ, പറയേണ്ട കാര്യമില്ല, ഒരു നിവൃത്തിയില്ലാത്ത ഈ കാര്യം. ഇങ്ങനെയുള്ള 3 പേര് ചേർന്നാൽ ചുമ്മാ അതൊരു പാട്ടുണ്ടാവത്തില്ലടാ. അത് നോക്കിയാൽ മതി. നമ്മളൊക്കെ പണ്ട് ഈ റെക്കോർഡ്, പിന്നാണ് കാസറ്റ്സ് വന്നത്. ഈ റെക്കോർഡ് HMVയുടെ ഒക്കെ റെക്കോർഡാണ്. അപ്പോൾ അത് പോയി ചിലപ്പോൾ എല്ലാം അവർ പ്ലേ ചെയ്തൊന്നും കാണിക്കത്തില്ല. ഒന്ന് കീ കോ കോ കോ, അതെ അത് വേണോ എന്ന് ചോദിച്ചിട്ട് അവ കാര്യം ഭയങ്കര സെയിൽസാണ്. അപ്പം നമുക്കിത് നോക്കി ആരാ മ്യൂസിക്, ആരാണ് പാടിയ അങ്ങോട്ട് മേടിക്കും. കാര്യം അത് ഗ്യാരണ്ടിയാണ്, അത് നല്ലതായിരിക്കും. അതൊക്കെ ഞാനിങ്ങനെ എൻ്റെ റെക്കോർഡ് പ്ലെയറൊക്കെ ഞാനിങ്ങനെ ഓർത്തു. കുറേ നല്ല ഓർമ്മകൾ മക്കളെ, കുറേ സന്തോഷം കേട്ടോ മോനെ. ഓ സാർ. ആ കിനാവിൻ്റെ ഇന്നലെ അതൊന്ന് പാടാമോ? ഇന്നലെ മയങ്ങുമ്പോ അത് വല്ലാണ്ട് മയങ്ങിപ്പോടാ, ഫ്ലാറ്റ് കുറച്ചുകൂടെ കൂട്ടി പിടിക്കും. ഇന്നലെ മയങ്ങും. മക്കളെ ചിരിക്കുന്നുണ്ടോ? എനിക്ക് ഇനി എത്തുന്നില്ല അത് കേട്ടോ. അത് പിന്നെ ഒരു മണി കിനാവിൻ്റെ ഒരു മണിക്കിനാവിൻ്റെ മോനെ. ഇത് എനിക്ക് തോന്നിയത് ഈ സംഗതികൾക്കെല്ലാം കുറച്ച് ബലം കൂടിപ്പോയോ, ഭയങ്കര ഒരു ആധികാരിക സ്വഭാവം സംഗതികൾക്കൊക്കെ വന്നു. പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. അപ്പൊ അതെന്തോ ഒരു തൊണ്ടയ്ക്ക് ഒരു പിടുത്തം പോലെ തോന്നി എനിക്ക് പാടുമ്പോഴേ. എന്ന് പാടുമ്പോൾ ഉള്ള ഒരു കൂളവസ്ഥ ഉണ്ടല്ലോ, നീ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ബലം കൂടിപ്പോയോന്നൊരു അവിടെ അത് കുഴപ്പമില്ല, വിട്ടേക്ക് മോനെ. അതുപോലെ ഈ അനുപലിൽ 3 എണ്ണം ഉണ്ടല്ലേ, അപ്പോൾ അത് മാധവമാസത്തിൽ മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന ഇതിനാ ഞാൻ തീരാന എന്ന് പറയുമ്പോൾ ഒരു സുഖം അത് എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ, ആ ഒരു ഗ്ലൈഡ്. പിന്നെ അത് മണം പോലെ അത് നന്നാക്ക്. മാതളപ്പൂമൊട്ടിൻ മണം പോലെ പോലേക്ക് അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കാം കേട്ടോ മോനെ. ഓക്കെ സാർ. മക്കളെ, തങ്കക്കിന അതൊന്ന് പാടാമോ? തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണ തൻ, തങ്കക്കിനാവിങ്കൽ. അത് കുറച്ചും കൂടെ സുഖമാവാം കേട്ടോ. ഓക്കെ സാർ. വന്നാലേ അതിനൊരു സുഖമുള്ള ആ സംഗതിക്ക്, അതുകൊണ്ടാ പാടാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ സാർ. മക്കളെ, പിന്നെ ഈ വാനത്തിൽ അതെന്തൊരു തുടക്കം. നീ എവിടുന്ന് ഏത് നോട്ട് ഇതാ കയറി പിടിച്ചോണ്ട് തുടങ്ങിയത്? ഉമ്പായോ? വാനത്ത് ഉമ്മില്ലാതെ വാനത്തിൽ
വാനത്തിന്നീരു അത് നമുക്കൊരു ധാരണമാണ് മോനെ ഇന്ന സ്ഥലത്ത് തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ ഫിസിക്കലി നമ്മുടെ ഉള്ളിൽ നമ്മൾ വിചാരിച്ചാൽ മതി അതിങ്ങനെ അത് ഇന്ന സ്ഥലത്ത് വാനത്തിൽ എന്ന് പറഞ്ഞ് വരണം. അല്ല വാനത്തിൽ യഥാർത്ഥ വാനത്തിൽ കയറി പിടിച്ചിട്ട് തൂങ്ങിക്കിടന്നാൽ അതെപ്പോഴും നോക്കണം കേട്ടോ. കാര്യം അതൊക്കെ ഒരു എന്താ പറയുക സുപ്രധാനമായിട്ടുള്ള ഈ കോമ്പസിഷൻ്റെ ഒരു ചന്തമെന്ന് പറഞ്ഞാൽ തുടക്കവും അവസാനവും ഇടയിലും ഒക്കെ അങ്ങ് സുഖമാണ്. നമുക്ക് എവിടെ മിസ് ചെയ്താലും നമുക്കൊക്കെ അറിയുകയും ചെയ്യാം കേട്ടോ. അത് മക്കളെ അതേ ഉള്ളൂ. അത് പ്രധാനമായിട്ട് അത് മക്കളെ ആ ലൈൻ്റെ അത് ഒന്ന് പാടാമോ? വാനത്തിന്നീരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ ആ പോലേക്ക് ഭയങ്കര ഒരു ബലം ഉണ്ടായിരുന്നു മുമ്പ് പാടിയപ്പോ. എന്ന പോലെ ശരിയായിക്കൊണ്ടാ മതി കേട്ടോ മോനത്. കാര്യം ഇതൊക്കെ നേരെ പാടുന്നതാ നീ. ആ മൂട് പടമണിഞ്ഞ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു മാടി വിളിക്കാതെ നീ വന്നു ഇന്നലെ. അതിനെ കൊണ്ട് അത് കേൾക്കാൻ വേണ്ടി പാടിച്ചത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ ഒന്ന് കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ മോനെ ഇതിലുള്ള സംഗതികളൊക്കെ അതിങ്ങനെ വെണ്ണ പുരട്ടി വേണം പാടാൻ. അപ്പോൾ അതൊരു സുഖം, അത് കുറേയും കൂടെ ഒരു എക്സ്ട്രാ ബ്യൂട്ടി വരും മോനെ പാടുമ്പോൾ. നമ്മളത് ഒരു സംഗതി എന്ന് പറഞ്ഞ് പാടിയിട്ട് അതിൽ ഒരു അഴകില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പം അതിനൊരു സുഖമുണ്ടാവണം ഏത് പാടുന്നതിനും കേട്ടോ. അതേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. മനോഹരമായിട്ട് തന്നെ പാടി മക്കൾ. അതിപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, അത് കൂടുതൽ പാടുമോ നീ? അയ്യോ ഓവറായിട്ട് ഇല്ല, ലിറിക്സ് ഇങ്ങനെ ഓർക്കും, അത്രേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. ഫിസിക്കലി കുറേ പാടിയാൽ നമ്മുടെ തൊണ്ട സ്ട്രെയിൻ ആവരുത് മോനെ. ഓക്കെ സാർ. ആയി കഴിഞ്ഞാൽ പിന്നെ സംഭവം വരും, പക്ഷെ അതിനൊരു സുഖം ഉണ്ടാവത്തില്ല. ഓക്കെ സാർ. കേട്ടോ, അത് മക്കൾ എപ്പോഴും മനസ്സിൽ വെച്ചോണം. അന്ന് പാടിയാൽ പോരല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു പിടുത്തം വന്നാൽ ആ ഫ്ലോ അങ്ങ് പോകൂടാ. അതാണ്, അത്രേ ഉള്ളൂ. നിന്നെ നല്ല ചന്തമുണ്ട് കാണാൻ. എങ്ങനെയാ അത്? മെഡിക്കൽ റെപ്പ് ഫീൽഡിലാ വന്നേക്കുന്നത്. പഴയ നായകൻ ഫീലാണ്. പഴയ നായകൻ, ഞാനതാ ഓർത്തത്. ഒരു 70s നായകൻ ഒരു വേഷത്തിലൊന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്. അസാധ്യം. അപ്പൊ മക്കളെ നിങ്ങൾ കാണാൻ സുന്ദരനാടാ. നിന്റെ ചിരിയുണ്ട്, നിന്റെ ചിരി കുറച്ചും കൂടെ നമ്മളിലേക്ക് എത്തട്ടെ കേട്ടോ. എന്തെങ്കിലും മനോഹരമായിട്ടൊരു പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് കുഞ്ഞിന് ഇന്നലെ മയങ്ങുമ്പോൾ ഇല്ലാതെ ബാബുക്കട റൗണ്ട് പൂർത്തിയാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ തന്നെ ഈ സോങ് കേൾക്കാൻ പറ്റി. ആരെങ്കിലും കൊണ്ട് സുറുമെഴുതിയ മിഴികളെയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ചുമ്മാ പാടാ. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ നിന്നെ കൊല്ലും ഞാൻ. എന്നാ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ മാധവ മാസത്തിൽ ചേച്ചി ഒന്ന് പാടിത്തരണം പ്ലീസ് ചേച്ചി. അതേത് മാസം? മാധവ മാസം. സുറുമയെഴുതിയ മിഴികളെ പ്രണയ മധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ പ്രണയ മധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. ആക്ച്വലി ഇതാണ് എനിക്ക് തോന്നുന്നില്ല, ഒറിജിനൽ കമ്പോസിഷൻ പോലെ ബാബുക്കട പാട്ട് ചിലപ്പോൾ പാടാൻ പറ്റില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് നമ്മുടെ വേർഷൻ ആക്കാൻ പറ്റും ബാബുക്കട പാട്ടുകൾ ഏതും. അത് മാറ്റിയത് കേൾക്കുന്നവർക്ക് ഫീൽ ചെയ്യൂല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനും മഞ്ജുരിയും പറയായിരുന്നു, ഇപ്പോൾ ഞാൻ സാറോട് ചോദിക്കായിരുന്നു, ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ആ സംഭവം ഉണ്ടോ എന്ന്. അപ്പോൾ സാറ് പറഞ്ഞത് എൻ്റെ മനസ്സിൻ്റെ വെറും തോന്നലാണ്, അതില്ല എന്നാണ് സാറ് പറഞ്ഞത്. അത് സത്യമാണ്. കാരണം ആ സംഗതി ഇല്ല.
പക്ഷെ നമ്മുടെ മനസ്സിൽ ആ സംഗതി ഫീൽ ചെയ്യും, അത് ഉണ്ടോ ഇല്ലേ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ബാബുക്കയുടെ കമ്പോസിഷൻസ് എല്ലാം ഹൃദയത്തിൽ നിന്നാണ് പാടേണ്ടത്. ഇറ്റ്സ് നോട്ട് ഫ്രം ത്രോട്ട് ആണ് സർ. എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഹെഡ് വോയിസും നമ്മുടെ ത്രോട്ടിൽ സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ലാതെ ബാബുക്കയുടെ കമ്പോസിഷൻസ് പാടി ഫലിപ്പിക്കാൻ പറ്റും. അത്ര ഒരു ഹാർഡ്നെസ് വേണ്ട ചില സംഗതികൾക്ക്. ലൈറ്റാണ്, ഓരോ ചെറിയ നോട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം വെറുതെ അല്ല ആ നോട്ട് അവിടെ വെച്ചിട്ടുള്ളത്. ആ സസ്റ്റെയിൻഡ് വെരി എൻഡിന് പോലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ പാളികേനെ പോയി ഓരോ ക്രോച്ചിറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ ആ പാട്ട് ചെയ്യേണ്ടത് എനിക്ക് തോന്നും. പ്രണയമില്ലാത്തവർക്കും പ്രണയം തോന്നുന്ന പ്രണയിപ്പിക്കുന്ന പാട്ടുകളാണ് അദ്ദേഹം തോന്നിയിട്ടുള്ളത് കൂടുതൽ നമ്പേഴ്സ്. എന്നാലും ബദ്രി ഗംഭീരമായിട്ട് പാടി. കൂടുതൽ ടെക്നിക്കാലിറ്റീസ് ഇനി പറയേണ്ട കാര്യമില്ല, അത്രയും കിടിലായിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് ഇനിയും പ്രാക്ടീസ് ചെയ്ത് വരട്ടെ. താങ്ക് യു ചേട്ടാ. ചേച്ചി ബദ്രി ശരിക്കും നല്ലൊരു പാട്ട് എന്നുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും നമ്മൾ ഒരുപാട് വേദികളിൽ പാടിയ ഒരു പാട്ട് കൂടിയാണിത്. എല്ലാവരും പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട്, എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട്. അപ്പം അത്തരത്തിലൊരു പാട്ട് സെലക്ട് ചെയ്തതിൽ ആദ്യം വലിയൊരു കയ്യടി. അത് ഇടയ്ക്ക് അങ്ങനെ വരും. മഞ്ജരിയെ കണ്ടിട്ട് ഒരു ആണത്തം തോന്നിയാ ഓക്കെ സാർ. അപ്പോൾ അത്രയും നല്ലൊരു പാട്ട് നല്ല ഭംഗിയായിട്ടാണ് ഓർക്കസ്ട്ര കുട്ടിയെ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് തോന്നി ഇപ്പം ശരത് സാർ കറക്റ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഫീല് വന്നു. അത് ആ പിയാനോ ബാക്കിങ്ങിലൂടെ പോകുമ്പോഴാണ്. ബാക്കി എല്ലാ തബലയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഉണ്ട്. അത് താളത്തിൽ പോകുന്ന സമയത്ത് കോൺഷ്യസ് ആവുന്നുണ്ട്, അല്ലാത്ത സമയത്ത് ഒന്ന് ഒഴുകി പാടുന്നുണ്ട്. അപ്പൊ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കേൾക്കാം. പിയാനോയുടെ കൂടെ മാത്രം നല്ല ശബ്ദമാണ് ബദ്രിയുടെ. ബ്യൂട്ടിഫുൾ ആണ്, മെച്ചുവേർഡ് ആയ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും എന്തുകൊണ്ടും നല്ലൊരു പാട്ട്, നന്നായി നിന്ന് പാടി. ശരിക്കും കാണുമ്പോഴും ഒരു ശാന്തമായ ഒരു കാമുകൻ നിന്ന് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. ഈ ഹെയർ സ്റ്റൈലൊക്കെ അതിനു വേണ്ടിയാണോ അതോ യൂഷ്വലി ഇങ്ങനെയാണ്? ഇതൊക്കെ ഞങ്ങൾക്ക് ബദ്രിയുടെ വെറൈറ്റി കോസ്റ്റ്യൂംസ് ആണ്. ഇതൊക്കെ വല്ലപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റൂ. ലീവ് മുണ്ടും ചുബയും മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് കർണാട്ടിക് കൂടുതൽ പാടുന്നത്. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ഒരു ചക്കരയാണ്. അത് പറയാതിരിക്കാൻ പാടും. വല്ല ഇൻസ്ട്രുമെന്റ്സും വായിക്കോ? ഗിറ്റാറ്, കീബോർഡ്, എല്ലാം വായിക്കും. പാട്ട് കമ്പോസ് ചെയ്യും. എവിടെയെങ്കിലും ഇറക്കിയോ? പാട്ട് ഇറക്കിയോ? രണ്ടെണ്ണം ഇറക്കി. കേൾക്കണോ ഒരു രണ്ടുപേര് കേൾക്കാം. ഓൺ കമ്പോസിഷൻ. ആനന്ദനയനനെ കണി കാണണം, നീരദനയനനെ കണി കാണണം, ഒരു മയിൽ പീലി നെറുകയിൽ ചൂടിയ ഗോകുലപാലനെ കണി കാണണം, സരസിജനയനനെ കണി കാണണം, ആനന്ദനയനനെ കണി കാണണം, നീരദനയനനെ കണി കാണണം. വെരി ഗുഡ്, വെരി ഗുഡ് മോനെ. താങ്ക് യു. എന്നെ തന്നെ കാണുന്നുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കമ്പോസിഷൻ ഒക്കെ ഞാൻ ചെയ്യുന്ന 5ാം ക്ലാസ്സിലാണ്. ഈ പറഞ്ഞ ആദ്യം കൃഷ്ണഭക്തി ഗാനമാണ് ഞാനും എഴുതി കമ്പോസ് ചെയ്തത്. കുറേ പാട്ടുകളുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നീ നല്ലൊരു കമ്പോസർ ആവും. അത് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത പാട്ട് പാടുമ്പോ അതിനൊരു ഫീല് കണ്ടോ? ആ ഇന്നലെയും മയങ്ങുമ്പോളിനേക്കാളും ഫീൽ ഞാൻ പറയാൻ വരുമായിരുന്നു. എന്നാ മോനെ ഇത് പാടിയാ മതിയായിരുന്നു. ബാബുക്ക റൗണ്ടിൽ വന്നിട്ട് ഈ പാട്ട് ഇഷ്ടപ്പെട്ടേനെ എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി. താങ്ക് യു മാം, താങ്ക് യു. മറന്നുപോയല്ലോ ചേച്ചി പറഞ്ഞോണ്ടിരുന്നത്. ഞാനിപ്പോ ഇതിലിരിക്കുക. ഇനി നിനക്ക് എന്ത് വേണോടാ? അപ്പൊ മഞ്ജരിക്ക് നേരത്തെ അറിയാവുന്ന പാട്ടായിരുന്നു. മഞ്ജരിയാണ് ഇനി ഇത് പാടിയത്. ഞാനതിപ്പോ കേട്ടത്. എന്ത് ഭംഗിയാണ്. ബീം പ്ലസ് സൂപ്പർ.
റെഡി റെഡി രഞ്ജിനിയാണ് റെഡിയാണോ? പറ. ഓക്കെയാണ്, ഞാൻ Ready എഴുതി ആണോ? വെച്ചിട്ടുണ്ട് Okay. 8 out of 10. Okay. താങ്ക് യു സാർ. Thank you. ശരത് sir. ഹായ് മോനെ, ഹായ് സാർ. നിനക്ക് എത്ര കിട്ടിയാൽ നിനക്കൊരു ചിരി വരും, സന്തോഷം. 9. അയ്യേ, നീ ചിരിക്കണ്ട, നീ കുറച്ച് ചിരിച്ചാ മതി കേട്ടോ. 8.7. താങ്ക് യു സാർ. Thank you. അതെന്താ ഈ 7? ചുമ്മാ സപ്തസ്വരങ്ങൾ, സപ്തമാതുക്കൾ, സപ്ത ഋഷികൾ. Okay. ചേച്ചി. ഞാൻ 8.25. താങ്ക് യു സാർ. Thank you. ഈശ്വരാ. Okay, so total 24.95. അടിപൊളി. അപ്പോ ട്രിബ്യൂട്ട് ടു MS ബാബുരാജ്, ബാബുക്കയുടെ റൗണ്ട് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഓരോരോ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ബാബുക്കയെ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ബാബുക്കയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല എന്ന്. പക്ഷെ കൂടുതൽ ഓർമ്മകൾ അല്ലെങ്കിൽ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇന്ന് നമ്മുടെ ഫ്ലോറിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. ആ, ഓ, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആലോചിക്കില്ലല്ലോ. അല്ലെ, ബാബുക്ക് എന്റെ ഫാമിലിന്ന് ആരെങ്കിലും ആയിരിക്കും. ആ ചേച്ചിക്ക് ഫാമിലി ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ടല്ലോ. അതെ. ചേച്ചിക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? മകൻ മകൾ മകൻ ആ. മകൾ ആ മകൻ. മകൻ ആണോ? ജബ്ബാർക്ക. Yes. ഓ, ജബ്ബാർ ബാബുരാജ്. ജബ്ബാറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ കാണാനും ഈ സ്റ്റേജിൽ വന്ന് നിൽക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. അല്ല, ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാര്യം നമുക്കൊക്കെ ഒരു ജീവിതത്തിൽ ബാബുക്കെ ഒരു വട്ടം കാണണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടന്നതേ ഇല്ല. അത് കുറേ വിഷമമാണ് സത്യത്തിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ മകനെ കാണാൻ കഴിഞ്ഞതിൽ കുറേ സന്തോഷം, മനസ്സ് നിറയെ സന്തോഷം. യെസ്, അതാണ് ഈ റൗണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാരും പറഞ്ഞ ഏറ്റവും വലിയൊരു സങ്കടം അതാണ്, നേരിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ല എന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് അറിയണം ബാബുക്കയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങള് ജബ്ബാറൊക്കെ നമുക്ക് പറഞ്ഞു തരണം. ഞാനും അതേപോലെ തന്നെയാണ്. എനിക്ക് ഒരു 13-14 വയസ്സാകുമ്പം തന്നെ ഉപ്പൻ്റെ ആ കൈ വിട്ട് പോയിക്കണ്. ഞാൻ ഉപ്പയും ഒരു 10-14 വയസ്സ് വരെയാണ് ഉപ്പയെ കാണാൻ സാധിച്ചത്. ഇപ്പം മരണപ്പെട്ടിട്ട് 47-48 വർഷമാകാതായി. എവിടെ ചെന്നാലും ആരെങ്കിലും ഉപ്പൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. നീ ബാബുക്കൻ്റെ മകനല്ല പറയുമ്പോൾ ഇപ്പൻ്റെ കഥകളും ഇപ്പൻ്റെ പാട്ടുകളും തന്നെ ആയിരിക്കും വിഷയം. അങ്ങനെ ജീവിതത്തിൽ ഫുള്ള് ബാബുക്ക് തന്നെ. അങ്ങനെയാണ് ഉപ്പനെ മനസ്സിലാക്കാൻ സാധിച്ചത്. മരിക്കുമ്പോൾ ചെറുതായപ്പോൾ മനസ്സിലായിട്ടില്ല. മറ്റുള്ള ആളുകൾ ഉപ്പനെ പറ്റിയിട്ട് പല കാര്യങ്ങളും പറയുമ്പോഴാണ് ഇത്ര വലിയ ഒരു മനുഷ്യന്റെ മകനാണ്, ഇത്ര വലിയ സംഗീതജ്ഞന്റെ മകനാണ് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാലും ഇപ്പൊ ജബ്ബാർക്കയുടെ മനസ്സിൽ ആ ഒരു ഉപ്പ, ഓർമ്മയിലുള്ള ഒരു ഉപ്പ എങ്ങനെയായിരുന്നു വീട്ടിലൊക്കെ? വീട്ടിലൊക്കെ എല്ലാ കുട്ടികളോടും ഉപ്പൊക്കെ വളരെ സ്നേഹമായിരുന്നു. കാരണം ഉപ്പ ചെറുപ്പത്തിൽ തന്നെ ഒറ്റക്കായിരുന്നു ജീവിച്ചത്. കാരണം ഇപ്പൻ്റെ ഉപ്പ കൽക്കത്തന്നെ ആ ഭാഗങ്ങളിൽ നിന്ന് നോർത്തിൽ നിന്ന് വന്നതാണ്. ഞാൻ ഇവിടെ കല്യാണം ചെയ്തപ്പോൾ അവർക്ക് ഫാമിലി ഒന്നും ഇല്ലായിരുന്നു ഉപ്പക്ക്. ഉപ്പന അനാഥ ബാലന്റെ മാതിരിയാണ് വളർന്നത് ഇവിടെ. എങ്ങനെ ഉപ്പ പാട്ടൊക്കെ പഠിപ്പിച്ച് തരുമായിരുന്നോ? ഞാൻ ചെറുപ്പത്തിലെ ഉപ്പൻ്റെ കൂടെ തന്നെ ആയിരിക്കും അധികം. കാരണം 3 പെൺകുട്ടികളാണ് എൻ്റെ ചേച്ചിമാര്. പിന്നെ 4ാമത് ഇപ്പം മദ്രാസിലൊരു പടത്തിന്റെ ഒരു റെക്കോർഡിങ് കുട്ടിക്കുപ്പായം അങ്ങനെ ഏതോ ഒരു പടം ചെയ്തു വന്നിട്ട് വേറൊരു പടത്തിന്റെ വർക്കിന് പോകുമ്പോൾ ഉമ്മ പറഞ്ഞു ഇന്ന് പോണ്ട, ഉമ്മ നിങ്ങൾക്കൊരു ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു ആൺകുട്ടിനെ ഗിഫ്റ്റായിട്ട് തരും, എന്നിട്ട് നാളെ പോകാൻ പറഞ്ഞു. അതേപോലെ തന്നെ ആ ദിവസമാണ് ഇപ്പൊ മദ്രാസിലേക്ക് പോണ ആ ദിവസമാണ് എന്നെ പ്രസവിക്കുന്നത്. ആൺകുട്ടി, മൂത്ത ആൺകുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടിക്കുപ്പായത്തിലെ നസീറിന്റെ പേരനായിരുന്നു ജബ്ബാർ. അപ്പൊ ആ പേരൻ എപ്പൻ്റെ അനിയനും മജീസ്ക്ക് എനിക്ക് ആ ജബ്ബാർ തന്നെ ഇടാ എനിക്ക് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ആ പേര് വരാനും കാരണം അറിഞ്ഞത്. ജബ്ബാറൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയം ഒരു കയ്യില് ഹാർമോണിയം ഒരു കയ്യില് ജബ്ബാറക്കേനെ ആയിട്ടാണ് പോവാറുള്ളത്. അതെ, അത് ഏത് പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ പറ്റിക്കൂടും ഉപ്പൻ്റെ കൂടെ. നൈസായിട്ട് ഞാനും കൂടെ ഞാനും വരാന്ന്. പിന്നെ മദ്രാസ് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ട്യൂൺ ചെയ്യുമ്പോൾ ഒക്കെ പ്രത്യേക കിടക്കല ഇരുന്നിട്ട് തന്നെ ഭൈരവമാഷുണ്ടാവും അവിടെ തബല വെച്ചിട്ട്. ഇപ്പൊ ഒരു ഹാർമോണിയം വെക്കും. ആർക്കശേഖരോ അങ്ങനെ ആരെങ്കിലും അവരാരെങ്കിലും ഒരാൾ എഴുതാനും ഉണ്ടാവും. ഇപ്പൊ അപ്പം തന്നെ ട്യൂൺ എഴുതും കൊണ്ടേ നിൽക്കും. ഒരു ട്യൂൺ വേണ്ടെങ്കിൽ നിങ്ങൾ ആർക്കശേഖരൻ്റെ അല്ലെ വേറെ ചിന്നത്തമ്പി വന്ന അസിസ്റ്റന്റ് ഒക്കെ ഉണ്ട്, അവരെ മുഖത്തേക്കൊന്ന് നോക്കൂ ഇത് ശരിയാണോ എന്ന്. അപ്പോൾ
ആ എന്നാൽ ശരിയാണെങ്കിൽ എഴുതിക്കോ അറിയും. അങ്ങനെ അത്ര പെട്ടെന്നായിരുന്നു ഇപ്പോൾ ട്യൂൺ ചെയ്തത്. പിന്നെ അപ്പോഴൊക്കെ ഹാർമോണിയം ഞാനിങ്ങനെ പിടിച്ച് വലിച്ച് കളിക്കുമ്പോൾ പറയും, ഇങ്ങനെ എനിക്ക് പഠിപ്പിച്ചു തരണം ഞാൻ. അപ്പം മറ്റുള്ള ഒരു ബൗക്ക് അവനക്ക് പഠിക്കണ്ടേ, ഹാർമോണിയമൊക്കെ ഒന്ന് പഠിപ്പിച്ച് പാട്ടൊക്കെ പഠിപ്പിക്കണ്ടേ. അപ്പം പറയും അവൻ കണ്ടെത്തി പഠിച്ചോളൂ, അവൻ്റെ ആവശ്യമുള്ള വിഷയമാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും അവൻ പഠിക്കില്ല അറിയും. അവനക്ക് ഹാർമോണിയം വായിക്കണം ആവശ്യമുണ്ട് തോന്നിക്കഴിഞ്ഞാൽ അവനങ്ങനെ കണ്ടെത്തി അത് പഠിച്ചോളൂ. ഞാനങ്ങനെ തന്നെ എൻ്റെ ഉപ്പ എനിക്ക് കുറഞ്ഞ ജലതരംഗവും കുറഞ്ഞ സംഗീതം പഠിച്ചു. പിന്നെ ഞാനും അത് കണ്ടെത്തിച്ച് അങ്ങനെ പഠിച്ചതാണ് അറിയും. അല്ല, വീട്ടിൽ പാടുവോ ബാബുക്ക? ആ പാടാറുണ്ട്. പാട്ട് തന്നെ, പാട്ടും കയ്യും ഇങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും. ഹാർമോണിയം വായിക്കുന്ന കൈ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും, പാടും. മഞ്ജരി ചേച്ചി നിങ്ങൾ എപ്പോഴും കാണാറുണ്ടായിരിക്കുമല്ലോ. എനിക്ക് ബാബുക്കാന്റെ മൂത്ത മോള് സാബിറത്തായിട്ടാണ് കൂടുതൽ ഒരു കണക്ഷൻ എന്നല്ല. ഞാൻ സിനിമയിൽ പാടി തുടങ്ങിയ സമയത്ത് കൊണ്ടോട്ടി ഭാഗത്ത് പോകുമ്പം അവരെ വീട്ടിലായിരുന്നു താമസിച്ച് ഒരുപാട് പാട്ടുകളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് പാടി അടിച്ച് പൊളിച്ച് ശരിക്കും അതൊരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര എനർജിയാണ് അവര്. ഫസ്റ്റ് മഞ്ജരി ഒരു പ്രോഗ്രാം മസ്കത്തിൽ ചെയ്തിട്ട് അവർക്ക് ഫസ്റ്റ് കിട്ടിയ പൈസ ഉമ്മൻ്റെ കൈ കൊണ്ട് കൊടുത്ത ആളാണ് മഞ്ജരി. പിന്നെ ഉമ്മക്ക് ഫസ്റ്റായിട്ട് ഒരു മൊബൈൽ വേണമെന്ന് പറഞ്ഞു മഞ്ജരിനോട്. അന്ന് മൊബൈൽ ഇറങ്ങണുള്ളൂ, ടച്ച് ഫോണൊന്നുമില്ല, സാധാരണ ഫോണ്. നിന്നെ വിളിക്കണമെങ്കിൽ ദാസനാട്ടനെ വിളിക്കണം, അപ്പോൾ എനിക്കൊരു ഫോൺ വേണം. ഫസ്റ്റ് നമുക്ക് ഫോൺ വാങ്ങിക്കൊടുത്തത് മഞ്ജരി തന്നെയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ബാബുക്ക. ഈ ഒരു ഫ്ലോറില് ബാബുക്കയുടെ ഒരു പ്രസൻസ് നമുക്ക് വന്ന പോലെ തന്നെയാണ് ജബ്ബാർക്ക് ഇവിടെ വന്നപ്പോ. ഉപ്പാടെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടോ? ഒരുപാട് പാട്ടുകളുണ്ട്, എന്നാലും പിന്നെ എല്ലാ പാട്ടുകളും ഇഷ്ടം തന്നെ. ഇപ്പൊ ഹാർമോണിയം കൈ വെച്ചെന്ന് തന്നെ ഇപ്പാണ്. എന്റെ ഹാർമോണിയം ഉണ്ട്, ഞാൻ ഹാർമോണിയത്തിലൊരു പാട്ടില്ലേ? പിന്നെ ഉറപ്പായിട്ടും അത് വെച്ചിട്ടാണ് ഇത്തരം നേരം ഇങ്ങനെ നിന്നത്. അത് ആദ്യം അതല്ല ഞങ്ങൾക്ക് വേണ്ടത്. ബാബുരാജിന്റെ ഒരു 38ാം ചരമദിനത്തിന്റെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ ജയേട്ടൻ എന്നോട് ഇവിടെ ഇരിക്കു പറഞ്ഞ അകത്ത് കയറ്റി ഇരുത്തി. അപ്പം ജയേട്ടൻ ഉണ്ട് കുറച്ച് കാശൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നു, നീ എന്താ വന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ജയേട്ടൻ അങ്ങനെ ഇപ്പം ഒരു ചരമദിനത്തിൻ്റെ ഒരു പരിപാടി കോഴിക്കോട്ട് ആവൂർ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജയേട്ടൻ ആ പരിപാടിയിലൊന്ന് പങ്കെടുക്കണം, അതിന് ക്ഷണിക്കാൻ. അതിനെന്തുകൊണ്ടോ ഞാൻ അവിടെ എന്തായാലും ആ ദിവസം ഉണ്ടായിരിക്കും പറഞ്ഞു. ഈ ക്യാഷ് ഞാൻ പറഞ്ഞു ക്യാഷൊന്നും വേണ്ട എനിക്ക് പറഞ്ഞപ്പം അതൊന്നും കേൾക്കാതെ ക്യാഷ് എൻ്റെ അടുത്ത് തന്ന്. ആ പരിപാടിക്ക് ജയേട്ടൻ വന്ന്. അപ്പം ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പറഞ്ഞു, ഒരു പാട്ട് ജയേട്ട പാടുന്നത് എനിക്ക് വായിക്കാൻ ഹാർമോണിയം തബല ഉപയോഗിച്ചിട്ട് വായിക്കാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ട് പറഞ്ഞു. അതിനെന്തുകൊണ്ടോ നീ അവിടെ ഇവിടെ താഴെ തന്നെ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ എൻ്റെ അടുത്ത് താഴ്ത്തിരുന്ന് ഈ പാട്ട് ഇങ്ങനെ ഞാൻ രാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ? മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ? മായവില്ലിൻ
കടകമാണിക്യ മലയാണു അനുരാഗഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ആരു നീ രേവതേ. ആഹാ ജയേട്ടനെ ഓർക്കാതിരിക്കാൻ പറ്റൂല. അത് ഞാൻ ജയേട്ടനെ എന്നാ പരിപാടിക്ക് വന്നിട്ട് എന്നോട് ₹1 വരെ വാങ്ങാതെ എൻ്റെ അടുത്തിരുന്ന് പാടിത്തന്ന് വളരെ ആ സമയത്ത് എന്നോട് എന്നെ കെട്ടിപ്പിടിച്ച് അവിടെ വീട്ടിലെത്തിയതിന് ശേഷം പരിപാടി അങ്ങനെ ഉണ്ടായിരുന്നോടോ ഒക്കെ ചോദിച്ചെന്നെ വിളിച്ച്. ആ വലിയ മനുഷ്യൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞതിൽ വളരെ സങ്കടവും ഇതുമുണ്ട്. ഓക്കെ ജബ്ബാറിക്ക, താങ്ക് യു സോ മച്ച് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിനും ഒരു പെർഫോമൻസ് സൂപ്പർ സൂപ്പർ. പാടി നമുക്ക് ഹാർമോണിയം വായിച്ച് കേൾപ്പിച്ചതിനൊക്കെ അല്ല, ഒരുപാട് അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് പാടാൻ പറ്റിയ ഒരു മഹാഭാഗ്യമാണ്. അതെ. ബാബുക്കയുടെ മകനല്ലേ. ഞാനത് അങ്ങനെ ഒന്നും പഠിച്ചതല്ല. ഇപ്പം ഓരോ ആളുകൾ വിളിക്കും, അപ്പം പറയും നീ ഒന്ന് ഏതെങ്കിലും ഒരു പാട്ട് വായിക്കുക, അത് വായിക്കുക. അപ്പം ചെറിയ മാഫിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഒരു ഇൻസ്ട്രുമെന്റ്സ് ഞങ്ങളൊരു പെട്ടിയൊരു തബലയായിട്ട് പോകും. കോഴിക്കോട് ഈ സംഗീതത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് അധികം. അപ്പൊ അവര് കൂടുമ്പം പോകും. അപ്പം നീ ഏതെങ്കിലും വായിക്കുക അറിയുമ്പോ അങ്ങനെ പഠിച്ച് അപ്പൊ ആരെങ്കിലും പറയാം അകല, നീ ഒന്ന് അപ്പൊ അകല. ആഹാ ആഹാ ഓരോ സാധനങ്ങളും ഇങ്ങനെ അവര് പറയും. അപ്പൊ അങ്ങനെ ഓരോ ബാക്ക്ഗ്രൗണ്ട്സും പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഓരോ കാര്യങ്ങളും പഠിച്ച് അങ്ങനെ വന്നു. അതൊന്ന് വായിക്കാമോ? ആ അകലേക്ക് വായിച്ചത് ഞങ്ങള് ബാക്കി പാടിത്തരാം. പാടുത്ത് ആഴിവരും നദിയും കുളിരും പാരിജാത മലരും മണവും പാടിവരും നദിയും കുളിരും പാരിജാത മലരും മണവും അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും രാഗതീർത്ഥം അകലെ അടുത്തതായി ചാലഞ്ച് റൗണ്ട് ആണ്. ചാലഞ്ച് റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം അമയ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം അമയ. അമ്മയ, എന്താണ് നമുക്കൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മള് നല്ല സൂപ്പർ ആയിട്ട് പാടി അല്ലേ? അടിപൊളി. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. മഞ്ജരി ചേച്ചി, അമയ,
എന്തോ മാം? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടിയാണ് നൗഷാദ് സാഹിബിന്റെ ധ്വനി എന്ന് പറഞ്ഞ ചിത്രത്തിലുള്ള എല്ലാ പാട്ടുകളും. ആ പല പല രാഗങ്ങൾ ബേസ് ചെയ്ത് ചെയ്ത പാട്ടുകൾ എല്ലാം തന്നെ ഒന്നിനൊന്നിന് മെച്ചമായ പാട്ടുകൾ. എനിക്ക് കേൾക്കാനും പാടാനും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകൾ കൂടിയാണ്. ഞാൻ പല വേദികളിലും പാടിയിട്ടുണ്ട്, പാടി കേട്ടിട്ടുമുണ്ട്. സോ ഈ ഒരു പാട്ട് അമ്മയെ കൊണ്ടുവന്നതിൽ വലിയ കയ്യടി. താങ്ക് യു മാം. മഞ്ജരിയുടെ സ്പെഷ്യൽ കൈഡി മോക്ക്. അതെ, എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പാട്ട്, സ്പെഷ്യൽ ഇഷ്ടമുള്ളൊരു പാട്ടാണ്, അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കയ്യടി. ഓ പിന്നെ ഞാൻ ഈ പാട്ട് കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പാറുവിനെ ഇങ്ങനെ നോക്കി. ചില ഭാഗങ്ങളൊക്കെ പാറുവിന്റെ മുഖത്ത് ഇങ്ങനെ എക്സ്പ്രഷൻസ് ഇങ്ങനെ വിടർന്നു വാരി വിതറുകയായിരുന്നു എക്സ്പ്രഷൻ. സൗന്ദര്യത്തെ നമ്മൾ അതിനോട് അലിഞ്ഞു ചേരണം എന്നല്ലേ പറയാ ചേച്ചി. അതെ, അതല്ല പ്രത്യേകിച്ച് പാറു ഇരുന്ന് രസിക്കുന്ന കാണാൻ തന്നെ ഒരു ചന്തം. അതെ അതെ മോളെ, ചില ഭാഗങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ റെക്കോർഡിലുള്ളത് പോലെ മോള് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു മാം. സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആണ്. വളരെ എന്താ പറയുക, ലളിതമായ രീതിയിൽ ആ സംഗതികളൊക്കെ പാടിപ്പോയി. ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയില്ല. പല പല ഭാഗങ്ങളും ചില സ്ഥലത്ത് മാത്രം കുറച്ചുകൂടി ഒന്ന് സംഗതി ക്ലാരിറ്റി വന്നിരുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെട്ടേനെ. അത് മഞ്ജീരധ്വനി, ആദ്യം പല്ലവിയിലുള്ളൊരു മഞ്ജീരധ്വനി ഇല്ലേ, മാനസ നിളയിൽ, ആ നിളയിൽ എൻഡിങ് ഒക്കെ ഒന്ന് പാടുമോളെ, ആ ഫസ്റ്റ് ലൈൻ മാത്രം. മാനസ നിളയിൽ മാനസ മാനസ നിളയിൽ പൊന്നോൾ പൊന്നോ പൊന്നോളം. അതൊരു ഓട്ടം ഉണ്ട് അവിടെ. അപ്പം അത് കുറച്ചൊന്ന് ക്ലിയർ ചെയ്ത് പോയാൽ നന്നായിരിക്കും തോന്നുന്നു. അതേപോലെ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനി ഉണർത്തി, ഈ ലാസ്റ്റ് ഫിനിഷിങ്ങില് അത് മോള് അടുത്ത ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങ് കട്ടായി പോന്നു. പല ഭാഗങ്ങളിലും അനുപല്ലവിയൊക്കെ പാടുമ്പോഴായാലും അനുപല്ലവിയുടെ രാഗവതി ആ 2 ലൈൻസ് ഒന്ന് പാടും. രാഗവതി നിൻ രമ്യ ശരീരം രാജിതഹാരം മാൻമഥസാരം. ഇത് പാടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ബ്രീത്തിങ് ശ്രദ്ധിച്ചാൽ ഇത് എളുപ്പമാവും. ചില സ്ഥലത്ത് മോള് പാടുമ്പോൾ അങ്ങ് ശ്വാസം കട്ടായി പോകുന്നു. കുറച്ചുകൂടെ ഒരു നല്ലോണം ശ്വാസം എടുത്ത് പാടിയാൽ ഒരു പക്ഷേ ആ കട്ടായി പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ അത് പെട്ടെന്ന് കട്ടാവും. അതുകൊണ്ട് ഒന്ന് ശ്വാസം ശ്രദ്ധിച്ച് ആ വരി കുറച്ചുകൂടി ഭംഗിയാവും. മോളി പഴയ നന്നായി പാടുന്നുണ്ട്, നല്ല ഒഴുക്കുണ്ട് പാടുന്ന, കേൾക്കാൻ ബ്യൂട്ടിഫുൾ ആണ്. അതിൽ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി നന്നാക്കാം. ഓക്കെ, അതുപോലെ ഞാൻ എഴുതി വെച്ച ഒരു കാര്യം കൂടി, ഏതോ നിർവൃതി, അതൊന്ന് പാടാം മോളെ ലൈന്. നീയൻ ചാരേ വന്നണയുമ്പോൾ ഏതോ ഇതിലെ മോള ഏതോന്ന് പാടുന്നില്ലേ, അവിടെ ഒരു സങ്കടഭാവം വരുന്നുണ്ട്. ഏതോ അതിനേക്കാളും കുറച്ചുകൂടി അതൊരു മയപ്പെടുത്തി കഴിഞ്ഞാൽ അത് വല്ലാണ്ട് മോള് വിഷമിച്ച് കരയാൻ പോകുന്ന പോലെയുള്ളൊരു ഏതോ ആണ്. അപ്പം അത് ഒരു പാട്ടിൻ്റെ ഫീൽ എന്താണെന്ന് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് ഭംഗിയാക്കാം. ബാക്കി എല്ലായിടത്തും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പെട്ടെന്ന് ആ ഒരു സംഗതി വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് തോന്നും. അവിടെ പെട്ടെന്നൊരു വല്ലാത്തൊരു വിങ്ങൽ പോലെയുള്ളൊരു ഏതോ ആയിപ്പോയി. അതൊക്കെ അത് മാത്രം ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നാക്കാം. ഓക്കെ, അതർവൈസ് ബ്യൂട്ടിഫുൾ വോയിസ്, ബ്യൂട്ടിഫുൾ സംഗതീസ്, നന്നായി പാടുകയും ചെയ്തു. സുന്ദരി ആയിട്ടും ഉണ്ട് ഇന്ന്, നല്ല ഉടുപ്പൊക്കെ ഇട്ട്. ഗോഡ് ബ്ലെസ് യു. ശരത് സർ, മോളെ നല്ല പാട്ട്, നല്ല സുഖമുള്ള അവിടെ മോള് കൂളായിട്ട് തന്നെ നിന്ന് പാടി. മോള് സംഗതി പാടുന്നതിൽ ഒരു ഈസ് ഉണ്ട്, വളരെ കൂളായിട്ട് മക്കൾ കുഞ്ഞങ്ങ് പാടുക, അത് കുറേ സന്തോഷം അത് കേൾക്കാൻ. പക്ഷേ എങ്കിലും ഈ പൊന്നോളങ്ങൾ ഒന്ന് ശരിയാക്കിയാൽ നന്നാവുമോ? ആ മോളെ അതിനൊരു ഓവർ സ്പീഡ് ഉള്ളതുകൊണ്ടാണ് അതിനൊരു ക്ലാരിറ്റി കിട്ടാത്തത്. അത്ര മരണവെപ്രാളം അടിക്കാതൊന്ന് പാടിക്കാ കുഞ്ഞ്. മാനസനിളയിൽ പൊന്നോൾ പൊന്നോ പൊന്നോ അന്ന് പാടുമ്പോ അത് ക്ലാരിറ്റി ഇല്ല. പൊന്നോളങ്ങൾ
കുറച്ചും കൂടെ ക്ലാരിറ്റി. പൊന്നോളങ്ങൾ പൊന്നോളങ്ങൾ അപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല മോളെ, ഒന്നും കൂടെ ക്ലിയർ ആക്കും. പൊന്നോളങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് റൈറ്റ്. അത് മോൾ എപ്പോഴും നോക്കണം. നമ്മൾ ഓവർ സ്പീഡാകുമ്പോൾ ചിലപ്പോൾ അതിനകത്തുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒന്ന് എടുത്തിട്ട് അത് വലിച്ചു നീട്ടി നോക്കിയാൽ ആ സംഗതി മനസ്സിലാവും. മറ്റേ ഒരു കീ എന്ന് പറഞ്ഞങ്ങ് പോകും. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം മോള് കേട്ടോ. ഓക്കേ സർ. ആ മാൻമഥ സാരം ഒന്ന് പാടാമോ? രാഘവതീ നിൻ രമ്യ ശരീരം രാജിതഹാരം മാൻമഥസാരം. ഈ സാരവും സങ്കടപാടാ. മാൻമഥസാരം സാരം സാരം മാൻമഥസാരം സാരം സാരം. അങ്ങനെ ആക്കരുത്. ഞാൻ പറഞ്ഞ മോക്ക് മനസ്സിലായോ? മനസ്സിലായി. അതിനൊരു ശോകഛായയാണ് കൂടുതൽ മക്കളെ. അതുപോലെ വിൺമലർ വല്ലി അല്ലേ, അത് കഴിഞ്ഞ് അടുത്ത ലൈൻ മോളെ. അതിലെനിക്ക് ആ ഓസിലേഷൻ ഒന്ന് കൃത്യമാക്കിയാൽ കൊള്ളാമായിരുന്നു. വാർക്കുനു ചില്ലി വിൺമലർ വല്ലി നീരാ അവൻ വല്ലാക്കി അത് മനസ്സിലാകത്തില്ല മോൾ. വല്ലി അല്ല അത് അത് ഈ കരച്ചിൽ വേണ്ട, നമുക്ക് ചിരിച്ച് വല്ലി ഒരു സന്തോഷിക്കും. ഈ പ്രായത്തിൽ സന്തോഷിച്ചിട്ട് പിന്നെ എപ്പം ചിരിക്കാനാ കൊച്ചെ? അതൊന്ന് ശരിയാക്കിയാൽ മതി. പിന്നെ സംശയം വേണ്ട മോളെ. കാര്യം നിനക്ക് ഈ പല സംഗതികൾ ഒരു വരിക്ക് കിടക്കുന്നതുകൊണ്ട് അതിൽ ഏതെടുക്കണമെന്നുള്ള ഡൗട്ടാണല്ലേ മക്കളെ? അത് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ ദ ഗെയിം യാർ. നമ്മുടെ ജീവിതം അങ്ങനല്ലേ. നമ്മൾ ചിലപ്പോൾ പകച്ച് നിന്ന് പോകും, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പം അത് മനസ്സിലേക്ക് ഇറക്കണ്ട. കാര്യം ഈ ഒരു പ്രായമാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം കേട്ടോ. പിന്നെ വളർന്ന് നമ്മൾ പൈസ ഉണ്ടാക്കുകയായിരിക്കും, വേറെ പേരൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതുപോലെ സുഖമായിട്ടുള്ള ഒരു അവസ്ഥ ഒരിക്കലും കിട്ടത്തില്ല മക്കളെ കേട്ടോ. അതുകൊണ്ട് അത് എൻജോയ് ചെയ്യുക, കൂളായിട്ടിരിക്കുക. നല്ല പാട്ടുകാരിയാ കുഞ്ഞ്, നല്ല ടോണാണ് നിന്റെ. ഇത് രസമാണ്. പിന്നെ നമ്മുടെ ഓർക്കസ്ട്രക്കാർ വെച്ച് പൂന്ത് വിളയാടി. അപ്പം അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും അതിമനോഹരമായിരുന്നു. ചേട്ടാ അമ്മയ്യ ഗ്രേറ്റ് സിംഗിങ് കേട്ടോ. ഞാൻ ബേസിക്കലി ഈ കുറച്ച് ശോകപ്പാട്ടുകൾ എൻ്റെ എപ്പോഴും ഹിറ്റ് ആവാറുണ്ട്, അറിയാലോ. അത് വെച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിന്റെ തുടക്കം, മ്യൂസിക്കൽ കരിയർ ജോസഫിലൂടെ. അതെ, എപ്പോഴും ആളുകളെ കരയിച്ചാണ് ഇവൻ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയുടെ നിഷ്കളങ്കമായ ഒരു അപ്രോച്ച് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ആ ശബ്ദത്തിൽ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ സാറ് ഈ മാൻമഥസാരം എന്നൊക്കെ പറയുന്നവിടെ ശോകം കൂള് കൊണ്ടുവന്നു പറയുമ്പോഴും എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളത് എന്താന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കത് അമ്മയുടെ അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, സത്യസന്ധമായിട്ടും പറഞ്ഞ. കാരണം സിംഗിങ്ങിലൊരു നിഷ്കളങ്കമായ ഒരു ഭാവം ഉണ്ടായിരുന്നു. അമ്മയെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഓൾ കമ്മിങ് ഓട്ടോമാറ്റിക്കലി. ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് അമ്മയുടെ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ ഈ മഞ്ജീരധ്വനി ഉണർത്തി ആദ്യം പാടിയിൽ ചെറിയ ഇഷ്യൂസ് വന്നെന്ന് പറഞ്ഞു. പല്ലവിയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അനുപല്ലവി എത്തിയപ്പോൾ പക്കയായിട്ട് ട്രാക്കിലേക്ക് എത്തി. റിപ്പീറ്റ് മഞ്ജീരധ്വനിയിൽ പൊളിച്ചു. പിന്നെ അതുകൂടാതെ കുറച്ച് സ്ഥലങ്ങൾ എനിക്ക് തോന്നി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഏതോ നിർവൃത്തി റിപ്പീറ്റ് നന്നായിട്ട് വന്നിരുന്നു. പിന്നെ ലാസ്റ്റ് മഞ്ജീരധ്വനിയും എക്സ്ട്രാ ഓർഡിനറി ആയി. അങ്ങനെ പിന്നെ ആ സ്വരങ്ങൾ പാടിയതിൻ്റെ താളം എനിക്ക് ലൈവ് സിംഗിങ്ങിൽ ആ ഒരു കൺട്രോൾ ആ പെട്ടെന്ന് സ്പോട്ടിൽ തോന്നിയിട്ട് ആ കൺട്രോളിലേക്ക് എത്തിച്ച പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ സ്പോട്ട് ഡിസിഷൻസ് അവിടെ വെച്ച് എടുത്തിട്ടുണ്ടെന്നൊക്കെ തോന്നിപ്പോയി. അപ്പോൾ ആസ് എ നൗഷാദ് അലി ഫാൻ ഭയങ്കര തൃപ്തനാണ് ഞാൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദി ട്രീറ്റ്. നൈസ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ചേച്ചി അമയക്ക് ഈ പെർഫോമൻസിന് 8.25. ചേച്ചി. ശരത് സർ അമ്മയ്യ മോടെ ഈ പെർഫോമൻസിന് 8.7. ഞാൻ 9 തരുന്നു. ഓക്കെ, സോ ടോട്ടൽ 25.95. അടിപൊളി. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ അടുത്തതായി ട്രിബ്യൂട്ട് ടു ബാബുരാജ് ബാബുക്കയുടെ ഒരു സോങ് ആയിട്ട് വരുന്നു നമ്മളുടെ സ്വന്തം അർജു 10. സോ ലെറ്റ്സ് വെൽക്കം അർജു. വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അടയാൻ പ്രേമമായി എൻ്റെ
അർജു, അടിപൊളി സോങ് സെലക്ഷൻ. പാട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അറിയാം, എന്നാൽ ഈ ഒരു സോങ് എന്താ സെലക്ട് ചെയ്യാൻ കാരണം? ബാബുക്കര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഓ, അതുകൊണ്ടാണ്. ഓക്കെ, ഏത് പടത്തിലാന്നറിയോ? ഏതാ? ഭാർഗവി നിലയം. കണ്ടിട്ടുണ്ടോ പടം? ഷെടാ, ഇത് കാണാണ്ടാണോ പാടിയത്? ഇതൊക്കെ വിഷ്വലി കാണണ്ടേ? വിഷ്വലി കണ്ട് അതിന്റെ പുതിയൊരു വേർഷനും വന്നിട്ടുണ്ട് ഭാർഗവി നിലയത്തിന്റെ. നീല വെളിച്ചം. ടോവിനോ ഒക്കെ അഭിനയിച്ചു. നീല വെളിച്ചം. മോൻ ഏതാ കണ്ടത്? നീല വെളിച്ചാണോ മറ്റേ ഒറിജിനലാണോ? ഒറിജിനൽ കണ്ടോ പടം? കണ്ടില്ല. പാട്ടിന്റെ അത് വിഷ്വല്. മക്കള് ഇത് കാണേണ്ടി സിനിമ വന്നല്ലേ? കാണണം. പ്രേതത്തിന്റെ സിനിമ. പേടിക്കും. പ്രേതമാണോ പ്രേതം അതെന്താന്നുള്ളതല്ല, ആ ഫിലിം കാണണോടാ, നല്ല പടമാണ്. അതെ, അതിലെല്ലാ പാട്ടും കേൾക്കണം. അയ്യോ, പാട്ടുകൾ, കോമ്പോസിഷൻസ്. അതെ. ശരിക്കും അത് അങ്ങനെ ഒരു പ്രേതമാണെന്നോ ഭാർഗവി നിലയമാണെന്നോ ഒന്നും നമുക്ക് തോന്നില്ല. ആ പടത്തോടൊരു പ്രണയം തോന്നും പാട്ടുകൾ കേൾക്കുമ്പോൾ. കാണുവോ? കാണാം. മോനെ അതങ്ങനെ പേടിക്കേണ്ടതല്ല. ആ ഒരു യക്ഷിയായിട്ട് അദ്ദേഹം ആ റൈറ്ററിന്റെ സ്നേഹമാണ്. ഒരു ക്ലാസിക് മൂവിയാണ്. ആ ഉഗ്രം പടം. എന്തായാലും മനോഹരമായ സെലക്ഷൻ. ആ. നമുക്കൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് പുരുഷന്മാർ പാടി കേൾക്കാൻ ആഗ്രഹമുള്ളൊരു പാട്ടാണ് താമസം എന്തേ വരുവാൻ. ചേട്ടൻ പാടിത്തരുമായിരുന്നു. അല്ല, പാടിയാലും അത് കേൾക്കാൻ പറ്റത്തില്ല, കാര്യം ആ മേളിൽ നിന്ന് ശബ്ദം ഇങ്ങ് താഴെ എത്തുമ്പോഴേ അശരീരി പോലെ കേൾക്കും മഞ്ചരിക്ക്. അയ്യോ, നല്ല 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 ചെക്കനാ. അതെ, പ്രണയം ഇങ്ങനെ വഴിഞ്ഞു ഒഴുകുന്ന പാട്ട്. അത് സെലക്ഷന് ഫസ്റ്റ് നമ്പർ 1 കയ്യടി സെലക്ഷന്. മോനെ ആ ഫീലൊക്കെ നല്ലൊരു ആസ്വദിച്ച് പാടി എന്ന് പറയാം പാട്ട്. താങ്ക് യു. ആസ്വദിച്ച് പാടി ശരിക്കും. താങ്ക് യു. പിന്നെ ശബ്ദത്തിലുള്ള ഇപ്പോൾ പാടുമ്പോഴുള്ള തൊണ്ടയിലുള്ള ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അവിടെ ഇവിടെയൊക്കെ ഒന്ന് പാടാൻ പറ്റാത്ത വിധത്തിൽ നമുക്കറിയാം അത് മോൻ്റെ ഉള്ളിലുണ്ട്, പാടണം എന്നുണ്ട്. പക്ഷെ ചില ഭാഗത്തൊക്കെ ശബ്ദം എത്താത്ത പോലെയും ഒരു സ്ട്രെയിന് ഫീൽ ചെയ്തു. എന്നാൽ ഒരു ഓൺ ദ ഹോൾ നോക്കുകയാണെങ്കിൽ നല്ല ഫീലോട് കൂടി ആസ്വദിച്ച് പാടി. അതാണ് ശരിക്കും ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീൽ നന്നായിരിക്കണം എന്നുള്ളത് ഒരു വളരെ മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ അത് മോൻ ശ്രദ്ധിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ശ്രുതിയും കുറച്ച് സംഗതികളുടെ ഒരു പെർഫെക്ഷനും കൂടി ആയിരുന്നെങ്കിൽ ഒന്നുകൂടി നമുക്ക് അതിനെ റെഡിയാക്കി എടുക്കാമായിരുന്നു. ഇനി അത് നന്നാവട്ടെ. ഇനിയും കുറച്ചുകൂടെ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യും തോറും വോയിസ് നന്നായിക്കൊണ്ടിരിക്കും, അതിനൊരു സ്ട്രെങ്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, God bless you. താങ്ക് യു. ചേട്ടാ നന്നായിട്ട് പാടി അർജുൻ. എന്റെയും അർജുനെ പോലെ തന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള പാട്ട് തന്നെയാണിത്. എനിക്ക് തോന്നുന്നു താമസം എന്തേ റിപ്പീറ്റിൽ വന്നപ്പോൾ ഭയങ്കര രസമായിട്ട് താമസം എന്തേ വരുവാനും പിന്നെ മുന്നിൽ പാടിയതും അണയാന്ന് പാടിയതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു വെള്ളി വീണപ്പോൾ വീണ്ടും ഒരു വെള്ളിയും കൂടെ വരാനായിട്ട് കാത്തിരുന്ന് വരുത്തിയ പോലെ പോയി. എനിക്കറിയാം ആ വെള്ളി വീഴുന്ന അവസ്ഥ. എനിക്കും ഏത് പാട്ട് പാടുമ്പോഴും വെള്ളിയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുക. ഇപ്പൊ വെള്ളി വീഴുന്ന ഉറപ്പിച്ചുകൊണ്ടാണ് പാടുക. അത് ഏറ്റവും ടെൻഷനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ വോയിസിലെ വെള്ളി എഫക്റ്റഡ് ആയപ്പോൾ അർജുൻ പിന്നെ അതിൽ കോൺഷ്യസ് ആയി. ഞാൻ ഒരു കാര്യം അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തോട്ടെ. ഈ സാധാരണ വെള്ളി അടിക്കുക എന്ന് പറയുമ്പം ആൾക്കാർ പൊതുവെ അത് കളിയാക്കുന്ന ഒരു സാധനമായിട്ടാണ് എടുക്കാറ്. പക്ഷെ അത് പാടുന്ന വ്യക്തിക്കറിയാം എന്തുമാത്രം അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണെന്നുള്ളത്. കാരണം അത്രയും ഭംഗിയായിട്ട് പാടണമെന്ന് ആലോചിക്കുമ്പം അത് നമ്മുടെ സാങ്കേതിക തടസ്സം കൊണ്ട് വരുന്നതാണ് ഈ വെള്ളി. അല്ലാണ്ട് കോൺഫിഡൻസും പെട്ടെന്ന് അറിയാതെ ചിലർക്ക് പോകും. അതെ, പക്ഷെ അത് അങ്ങനെ പോവരുത് എന്നാണ് ഞാൻ പറഞ്ഞ് വന്നത് അർജുനന്റെ അടുത്ത്. ഞാനല്ല അതാ പറഞ്ഞ കളിയാക്കേണ്ട ഒരു സാധനം. അതൊരു അപകടമാണ്. അത്രേ ഉള്ളൂ. അതൊരു പാട്ടുകാരന്റെ കഴിവ് കുറയ്ക്കുക അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഒരു വെള്ളി അല്ലെങ്കിൽ വെള്ളി അടിക്കാത്തതായിട്ട് ഇപ്പോൾ ഒരു പാട്ടുകാരും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. ഒരു വെള്ളി വീണപ്പോൾ അർജുൻ കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടി പാടാൻ തുടങ്ങി. ഇനി വെള്ളി വീഴരുതെന്ന് പറഞ്ഞിട്ട് കുറച്ച് അടിച്ചു പാടാൻ തുടങ്ങി. അപ്പോൾ ആ ഫീലിന്ന് കുറച്ച് ഡ്രോപ്പ് ആവും. അപ്പോൾ അത് കോൺഷ്യസ് ആവണ്ട. വെള്ളി എന്തായാലും ജഡ്ജ് ചെയ്യില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്നും നമ്മുടെ കയ്യിലുള്ള ഒരു പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അത് ജഡ്ജസ് ആണെങ്കിലും അത് ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. ബാക്കിയുള്ള ഫീൽഡിലേക്ക് കൂടുതൽ പോകുന്നത്. പിന്നെ ഈ ശബ്ദം മാറുന്ന ടൈമായിരിക്കും. അതുകൊണ്ടാണ് ഈ വെള്ളിയൊക്കെ വീഴാനുള്ള സാധ്യത. കുറച്ച് കഴിഞ്ഞാൽ വരെ പോലും ഇല്ല. പിന്നെ ശബ്ദം മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഫീല് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആ ശബ്ദത്തിൻ്റെതായ ഒരു കാര്യമുണ്ട്. അത് പക്ഷെ ആ കുട്ടിത്തമാണ് ഭംഗിയും. പിന്നെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഫീല് ഡെലിവറി ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ശബ്ദം മാറി വരുമ്പോൾ നോക്കി വേറെ ലീഗായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് അർജുൻ. താങ്ക് യു സാർ. എന്തൊക്കെയായിരുന്നു രഞ്ജിൻ ചേട്ടാ റിയാലിറ്റി ഷോയിൽ ഒരു പാട്ട് പാടുന്നതിന് മുന്നേ എടുക്കുന്ന പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു?
അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇപ്പോഴും ഞാൻ ആക്ച്വലി അവിടെ നിന്നപ്പോൾ എൻ്റെ കാലിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സ്റ്റേജ് എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ, ആ ഒരു പേടി നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും വരില്ല. നമുക്ക് പാടാൻ പറ്റുന്നതിൻ്റെ ഒരു 70-80% വരുന്നത്. പക്ഷെ ഏതോ ഒരു പോയിന്റ് അത് കട്ടായി കിട്ടിയാലല്ലേ പിന്നെ നമുക്ക് തകർത്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ ആ ഒരു സമയമായിരുന്നു റിയാലിറ്റി ഷോൻ്റെ ഒരു തുടക്കം. ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് വരുന്ന റിയാലിറ്റി ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സമയമായിരുന്നു ഈ കുട്ടികളുടെ കോൺഫിഡൻസ് അതിനേക്കാളൊക്കെ എത്രയോ മേലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കാണുമ്പോൾ ഇവരെങ്ങനെ ഇത്ര കൂളായിട്ട് ഇതൊക്കെ പാടുന്നതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് തൊട്ടുള്ള റിയാലിറ്റി ഷോകളും ഈ ചാനൽ ഷോസും ഇവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ പെരുമാറ്റത്തിൽ നിന്ന്, പാട്ടിൻ്റെ രീതിയിൽ നിന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല അവർ ടെൻസ്ഡ് ആണെന്നുള്ള കാര്യം. എനിവേ ഞാൻ സന്തോഷിക്കുന്നത് ഇവരുടെ കോൺഫിഡൻസിലാണ്. അവർ ഞങ്ങളുടെ സീസണിൽ ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻസ് അവർ അനുഭവിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ഞാൻ എല്ലാവരെയും വിഷ് ചെയ്യുന്നു. മക്കളുടെ തൊണ്ടയ്ക്ക് അടപ്പുണ്ടോ? ചെറുതായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് നമുക്കങ്ങ് മറക്കാം അല്ലേ. ചക്കര കാണാൻ നല്ല രസമാടാ, നിന്റെ ചിരി നല്ല രസമാണ്. ഞാൻ അതിൻ്റെ ഫാനാണ്, എൻ്റെ ചിരിയാടാ. ശരി മക്കളെ, അപ്പോൾ നല്ല ഉഗ്രം പാട്ടടാ. ഒരു നിവൃത്തിയില്ലാത്തൊരു പാട്ട്, ഒരു രക്ഷയില്ലാത്തൊരു പാട്ട്. ഇത് കേട്ടാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വിധത്തിൽ എത്രയോ പേര് പാടിക്കേട്ടെ. ഞാനിങ്ങനെ ചെറുപ്പത്തിൽ എൻ്റെ മാമൻ ആദ്യമായിട്ട് പാടും. ഇപ്പം മാമൻ്റെ ഗാനമേളകളൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്ത് മോനിത് പാടുമ്പോൾ അപ്പോൾ കുറേ നല്ല ഓർമ്മകൾ തന്നു മക്കളെ ഈ പാട്ടിലൂടെ. കുറേ സന്തോഷം കേട്ടോ. ഇത് ആരാ എഴുതിയത് ഇതൊക്കെ പറഞ്ഞു? പി ഭാസ്കരൻ സാർ. ഭാസ്കരൻ മാഷിന്റെ മ്യൂസിക് അതറിയാമല്ലോ, അതാണല്ലോ നമ്മുടെ സിനിമ ഭാർഗവി നിലയം. ഇതാരും പാടിയില്ലേ? യേശുദാസ് സാർ. അത് പറ. പിന്നെ ഇയർ 1964. ഏത് വർഷം ഇറങ്ങിയെന്ന് അറിയാം, പക്ഷെ പടം കണ്ടിട്ടില്ല. ഇല്ല മക്കളെ, ഇപ്പൊ ഈ താമസം എന്തേ നമ്മൾ തുടങ്ങുന്നില്ലേ, അതൊന്ന് പാടാമോ? താമസമെന്തേ അത് അത്രയും വെലോസിറ്റി ഉണ്ടെങ്കിൽ അത് കൊള്ളത്തില്ല. എന്തേന്നുള്ളതിന്റെ പാതി വെലോസിറ്റി മതി ആ ഒടിവ് സംഗതിക്ക്. ഒന്ന് പാടാമോ? അത് സോഫ്റ്റ് ആക്ക്. അപ്പൊ അത് തെന്നിപ്പോയി. അതിനൊരു സുഖമുണ്ട്, അത് മോൻ പ്രധാനമായിട്ട് വെച്ചോണം. പിന്നെ താമസം എന്തേ അണയാൻ, അതൊന്ന് പാടാമോ? താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണ്. ആ പ്രേമമായി ഒക്കെ കുറച്ചും കൂടെ സുഖിച്ച് പാട്. പ്രേമമായി 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 പ്രേമ പ്രേമമായി. ആഹാ, എന്ത് സുഖമാണ്, ഉഗ്രായിട്ട് പാടി. മറ്റേ കണ്ണിൽ നീ വേറെ ഏതൊരു നോട്ട് എടുത്ത് പാടി, മുമ്പേ പാടി. അപ്പൊ ഇതൊക്കെ കേൾക്കണം കേട്ടോ. രാക്കിളികൾ അതൊന്ന് പാടാമോ? രാക്കിളികൾ രാക്കിളികൾ അല്ലടാ, രാക്കിളികൾ അത് കുറച്ച് കുഴപ്പമുണ്ട്, അത് കുഴപ്പമില്ല. മക്കൾക്ക് വയ്യ. ഇപ്പം എനിക്ക് നിന്റെ ഒരു അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. മക്കളെ ക്ഷമിക്കുക കേട്ടോ, ഞാൻ പറയേണ്ടത് പറഞ്ഞു, വേറെ മാർഗമില്ല. പാലൊളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം. എന്തൊരു വരികൾ! എന്താണ് പാലൊളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് മോനെ? മലയാളിയല്ലേ മോനെ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്, മലയാളം അറിയണം. പാറു, യു ടെൽ, നീയാണ് ബെറ്റർ പേഴ്സൺ. പാലൊളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം, ചന്ദ്രികയിൽ നിന്റെ പുഞ്ചിരി കണ്ടു. പാറു, നീ വേറെ ഏതോ ഒരു ഇറയിൽ ജീവിക്കേണ്ട ആളാ. അതൊന്ന് പാടാമോ മകളെ? പാലൊളി ചന്ദ്രികയിൽ നിന്മന്ദഹാസം കണ്ടുവല്ലോ. അതിനൊരു മന്ദഹാസം, നിന്റെ പാലൊളി ചന്ദ്രികയിൽ നിന്റെ മന്ദഹാസം കണ്ടുവല്ലോ എന്നുള്ളതിനൊരു ഉള്ളിലൊരു സ്നേഹമുണ്ട്. അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒന്ന് പാടാമോ? പാലൊളി ചന്ദ്രികയിൽ നിന്മ
അത് ആ പാലോളി എന്ന് പാടി പാലോളി പാടിക്കോ അങ്ങനെ. പാലോളി ചന്ദ്രികയിൽ നിന്മന്ദഹാസം കണ്ടുവല്ലോ. പാതിര പാതിരാ കുഴപ്പമില്ല. പാതിരാ കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ. മോന് തൊണ്ട വയ്യാത്തോണ്ടാണ് അതൊരു കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ മനസ്സിലാവുന്നുണ്ട്, നിനക്കിത് വൃത്തിയായിട്ട് അറിയാം ഈ പാട്ട് കേൾക്കാനും. അതിലൊരു സന്തോഷമുണ്ട്. പഠിച്ചിട്ടുണ്ട്. തൊണ്ട ഇതെന്ത് പറ്റി? ഐസ്ക്രീം നിന്നോ അതോ തല കുത്തി മറിഞ്ഞോ? അട്ടഹാസമായിരുന്നോ? ശബ്ദം മാറുന്നൊരിതാണ്. അതിന്റെ മുകളിൽ കൊണ്ടിടാം. ഇനി അത് പറഞ്ഞോണ്ട് നടക്കാം. പിന്നെ മക്കളെ എന്തൊക്കെയായാലും നല്ല ഉഗ്രം പാട്ട്. മോൻ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടി. പിന്നെ മോൻ ഇന്നൊരു തൊണ്ട അടപ്പ് ചെറിയ തോതിലുള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ നീ ഇത് അസാധ്യമായിട്ട് പാടിയാണ് ഉറപ്പായിട്ട്. പിന്നെ എനിക്ക് അതും കുറേ ഇഷ്ടമായി മോൻ ഇത് പാടി. എന്ത് ഹേമന്തയാമിനി തൻ അത്ര ഡീറ്റെയിൽ നീ പഠിച്ചേക്കുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ ആരും അത് അത്ര കൃത്യമായിട്ട് പാടി കേട്ടിട്ടില്ല. അതുകൊണ്ടാണ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സാർ. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. രഞ്ജിൻ ചേട്ടാ എപ്പോഴും ഞാനാണ്. അല്ല, ഞാനാ കഴിഞ്ഞ വർഷം തുടങ്ങി. എന്നാ ശരത് സാർ, ഇവർ രണ്ടുപേരും അടി ഉണ്ടാക്കുന്നു. ഞാൻ പറയാം, എനിക്ക് ഒരു ഇഷ്യൂ അല്ല. അപ്പൊ എന്റെ ചക്കരയ്ക്ക് ഞാൻ 8.6 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി ഞാൻ 8. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. രഞ്ജിൻ ചേട്ടാ ഞാൻ 7.75 ആണ് എഴുതിയിരിക്കുന്നത്. താങ്ക് യു സാർ. താങ്ക് യു സാർ. സോ ടോട്ടൽ 24.35. താങ്ക് യു ചേച്ചി. ഓക്കേടാ, ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ ബാബുക്കേടാ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഓക്കെ. അപ്പൊ എല്ലാരും നല്ല ഫുഡൊക്കെ കഴിച്ച് പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. Okay, ഗുഡ് good നൈറ്റ്. night. ഗുഡ് Good night. നൈറ്റ്. Bye, bye. ബൈ ലവ് യു. ബൈ. ബൈ.